Let us continue the preparation of aldehydes and ketones from alkane nitrides. Second one is reduction of nitrile with a dibalH. But in the presence of dibalH only we can produce an aldehyde, but the ketones cannot be prepared from the reduction of nitrile with the dibalH. ആൽഡിഹൈഡ്സിൻ്റെ നോക്കാം. റെഡ്യൂസിങ് ഏജൻറ്റ്, അതായത് ഡൈവാലിച്ച് എന്ന് പറയുന്നത് ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. ഇറ്റ് ഈസ് അനദർ കോമൺലി യൂസ്ഡ് മെറ്റൽ ഹൈഡ്രൈഡ്. ഇനി in the presence of a dibar H, the nitrile is converted into aldehyde, or the CN group is converted into CO group. The dibar H acts as a hydride source. It is a hydride source and adding a hydride ion to the carbon of the nitrile. ഈ നൈട്രൈൽ ഗ്രൂപ്പിലുള്ള ഈ കാർബണിലോട്ട് ഡൈബാൽ എച്ച് എന്ത് കൊടുക്കുന്നു? ഹൈഡ്രജൻ കൊടുക്കുന്നു, മീൻ ഹൈഡ്രൈഡ് അയൺ കൊടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എ റിസൾട്ടിങ് ഇമൈൻ is formed, which is a relatively stable intermediate, and that is hydrolyzed to form a aldehyde. ഈ രണ്ട് 1, 2 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ the nitrile combines with the dibar, and after that it is undergoing hydrolysis to forming the aldehyde. ഡൈബാൽ എച്ച് എന്ന് പറയുന്നത് ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. AlHIBu ട്വൈസ്, അല്ലെങ്കിൽ HAlIBu ട്വൈസ്, ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്, ദാറ്റ് ഈസ് ഡൈബാൽ എച്ച്. ഇനി ഈ ഡൈബാൽ എച്ചിൽ അലൂമിനിയം ആറ്റം ഈ കാണിച്ചിട്ടുള്ള അലൂമിനിയം ആറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ലൂയിസ് ആസിഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എക്സെപ്റ്റിംഗ് ആൻ ഇലക്ട്രോൺ പെയർ ഫ്രം ദ നൈട്രൈൽ. ഈ നൈട്രൈലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പെയറിനെ ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡിലുള്ള അലൂമിനിയം ആറ്റം എന്ത് ചെയ്യുന്നു? എടുക്കുന്നു, എക്സെപ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് അലൂമിനിയം ഇസ് എൻ ലൂയിസ് ആസിഡ്. ദ നൈട്രൈൽ ഇസ് ദെൻ റെഡ്യൂസ്ഡ് by transfer of a hydride ion to the carbon of the carbon nitrile triple bond. After that ഈ ഹൈഡ്രൈഡ് ആരിലുള്ള ഡൈബാലിലുള്ള ഈ ഒരു ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു ആരിലോട്ട്? കാർബൺ നൈട്രൈഡ് ഗ്രൂപ്പിലുള്ള കാർബണിലോട്ട്, സിയിലോട്ട് എന്ത് ചെയ്യുന്നു? ഹൈഡ്രൈഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് എൻ ഇമീൻ ഈസ് ഫോംഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിയാക്ഷനിൽ ഇത് ഹൈഡ്രൈഡ് ഈസ് ട്രാൻസ്ഫർ ഹിയർ, ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ആൻ ഇമൈൻ. And after I work up with water, the aluminum complex is hydrolyzed to produce the desired aldehyde. So this is the way how an alkane nitride is reduced to the aldehyde in the presence of dibar H. വളരെ ക്ലിയർ ആണ്. അലൂമിനിയം എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ എടുക്കുന്നു, and after that hydride ion കൊടുക്കുന്നു, and imine is produced. Then undergoing the hydrolysis, it is converted into an aldehyde. ദെൻ കീറ്റോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കീറ്റോൺസ് ഈ ഡൈബാൽ എച്ചിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നില്ല? പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നൈട്രൈൽ ഡു നോട്ട് റിയാക്ട് വിത്ത് ഡൈബാൽ എച്ച് ടു ഫോം കീറ്റോൺ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഫ്രം ആസിഡ് ക്ലോറൈഡ്സ്. ആസിഡ് ക്ലോറൈഡ്സിലുള്ള ഫസ്റ്റ് വൺ റിഡക്ഷൻ ഓഫ് ആസിഡ് ക്ലോറൈഡ്. COCl എന്ന് പറയുന്നതാണ് എന്ത്? നമ്മൾ ആസിഡ് ക്ലോറൈഡ്. ആൽഡിഹൈഡ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നോക്കാം. ഹാവിങ് എ നെയിംഡ് റിയാക്ഷൻ, ദാറ്റ് ഇസ് എ റോസൻമൗണ്ട് റിഡക്ഷൻ. Aldehydes can be prepared by the reduction of acid chloride with the hydrogen in presence of palladium on barium sulfate in quinoline. This reaction is called the Rosenmond reduction. Both the aliphatic and aromatic aldehydes can be prepared by this method. Rosenmond reduction il namukku aldehyde aromaticum aliphaticum aldehydes-ine namukku prepare cheyanayittu pattum. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, but ketones cannot be prepared by this method. റോസൻമൗണ്ട് റിഡക്ഷനിലും കീറ്റോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഹിയർ യു ക്യാൻ സീ ദ ഇക്വേഷൻ. അസറ്റൈൽ ക്ലോറൈഡ് CH3COCl in the presence of palladium and barium sulfate, you are getting an aldehyde, that means CH3COH. The ketones prepare ചെയ്യുന്നുണ്ടെങ്കിൽ it is the next method, that means Friedel-Crafts acylation. ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞത് പറയാം. നമ്മൾ റോസൻമൗണ്ട് റിഡക്ഷൻ ആണ് ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ആസിഡ് ക്ലോറൈഡിൽ നിന്ന് നമ്മൾ റിഡക്ഷൻ നടത്തുകയാണ്. റിഡക്ഷൻ ഓഫ് ആസിഡ് ക്ലോറൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ആൽഡിഹൈഡ്സിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കീറ്റോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആൽഡിഹൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന ഒരു നെയിംഡ് റിയാക്ഷനാണ് റോസൻമൗണ്ട് റിഡക്ഷൻ. ദാറ്റ് മീൻസ് ദ ആസിഡ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പലഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ്, ദ acetyl chloride or the acid chloride is converted into an aldehyde. But using this method, ketones cannot be prepared. പിന്നെ എങ്ങനെ ketones prepare ചെയ്യാൻ പറ്റും?
ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. Aromatics ketone can be made by Friedel Crafts acylation. That means RCOCl in the presence of AlCl3, you are getting ArCOR plus HCl. The example കൊടുത്തു benzene plus acetyl chloride like acid chloride ne eduthu benzene plus acetyl chloride, you are getting in the presence of AlCl3 and heated, you are getting an acetophenone, a ketone is produced. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആസിഡ് ക്ലോറൈഡിന് റിഡക്ഷൻ നടത്തിയായിട്ട് നമുക്ക് ആരുടെ പ്രസൻസിൽ പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റിൽ നമുക്ക് കീറ്റോൺസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് AlCl3 യു വിൽ ഗെറ്റിംഗ് ദ കീറ്റോൺ ആസ് ദ പ്രോഡക്റ്റ്. Therefore it is called the Friedel-Crafts acylation. And the next is with organocadmium compound or dialkyl cadmium. The ketones are prepared by the treatment of acid chloride with a dialkyl cadmium. Which are R2CD. It is a dialkyl cadmium. Alkyl group ഏത് വേണമെങ്കിലും ആകാം. When it is treated with the acid chloride, a ketone is formed. So R2CD plus R dash COCl giving an RCOR dash plus RCDCl. So ketone is formed here. This is a general equation. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നമുക്ക് കാണിക്കാം. ബെൻസോയിൽ ക്ലോറൈഡ് C6H5COCl in the presence of dimethyl cadmium, you are getting acetophenone as a product. It is the ketone. ഇവിടെ മറ്റൊരു റിയാക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. 2CH3COCl plus R2CD. ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും ആകാം. CH3 twice CD in the presence of an ether, you are getting the product as 2CH3COCH3 plus CdCl2. മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ 2CH3CH3COCl plus CH3CH2 twice CD. That means a diethyl cadmium ആണ്. ഓക്കെ, ഇവിടെ ഡൈമീഥൈൽ കാഡ്മിയം ആയിരുന്നു. ഇവിടെ എന്താണ്? ഇറ്റ് ഇസ് എ ഡൈethyl cadmium in the presence of an ether. What is forming? Forming a ketone, that is 2CH3 means CH3CHCH3CO CH2 CH3 plus CdCl2. So that is how a ketone is produced using a dialkyl cadmium or dialkyl group, okay, in the presence of acid chloride. Next is very interesting, by ozonolysis of alkenes. Ozonolysis നമ്മൾ already പഠിച്ചിട്ടുള്ള കാര്യമാണ്. What is an ozonolysis of alkenes എന്ന് പറയുന്നത്? Ozonide is forming. Ozonolysis involves the cleavage of the double bond by the addition of oxygen to a given oxygen to give a cyclic product called ozonide, followed by hydrolysis in the presence of zinc dust. The zinc dust helps in removing the hydrogen peroxide, thereby increasing the chances of further oxidation of carbonyl compounds to acids. By aldehydes prepare ചെയ്യുന്നതും ketones prepare ചെയ്യുന്ന aldehydes prepare ചെയ്യുന്ന methods ആണ് ഞാൻ ഇവിടെ ആദ്യം പറയുന്നത്. Taking an alkene RCH double bond CHR dash in the presence of an ozone, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഫോമിങ് ആൻ ഓസോണൈറ്റ് അല്ലേ, ഓസോണൈറ്റ് ഫോം ചെയ്തു, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഓക്സിജൻ എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു, O3 അറ്റാച്ച് ചെയ്തു. ആൻഡ് ഇവിടെ ബ്രേക്കിംഗ് കാണിച്ചു. ആൻഡ് undergoing hydrolysis in the presence of a zinc dust, you are getting an aldehyde. This is RCHO and R dash CHO. Okay. Then other examples, CH3 CH2 twice CH double bond CH2. എവിടെയാണ് ഓസോണൈഡ് ഫോം ചെയ്യുമ്പം ഓക്സിജൻ അറ്റാക്ക് ചെയ്യുന്നത്? ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്? 3 ഓക്സിജൻസ് ബൈൻഡ് ചെയ്യുന്നത്. So in the presence of ozone and after that hydrolysis, you are getting an aldehyde, butanol and methanol. So this is another example, means showing another example. CH2 CH2 plus O3 forming the double bond break ചെയ്തു, O CH2 O O CH2. In the presence of zinc and water, you are getting methanol. Okay, and this is another example also. Here it is propene CH3 CH double bond CH2 plus O3. Propene ozonide form ചെയ്തു, double bond break ചെയ്തു, oxygen എന്ത് ചെയ്തു? അവിടെ attach ചെയ്തു. And after that undergoing hydrolysis to form the ethanol and methanol. The ketones produce ചെയ്യുന്ന നോക്കാം. ജനറൽ ഇക്വേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
ketones ഏത് R ഗ്രൂപ്പ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. Here R C R double bond C R dash R dash in the presence of an ozone you are getting an ozonide, and after by reacting with the water or undergoing hydrolysis to give a ketones. Okay, and the last method is from calcium carboxylates, otherwise called the pyrolysis of calcium salt of acid. What is pyrolysis means? We are getting heated. എന്നാൽ കാൽഷ്യം സോൾട്ട് ഓഫ് ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് എടുക്കുന്നത് ടു ഗീവ് കീറ്റോൺസ്. ഇവിടെ നോക്കിയേ ആർ സി ഒ സി എ ഒ സി ഒ ആർ. ബൈ ഹീറ്റിംഗ് യു ആർ ഗെറ്റിംഗ് ആൻ ആർ സി ഒ ആർ പ്ലസ് സി എ സി ഒ ത്രീ. സി എ സി ഒ ത്രീ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സി എ സി ഒ ത്രീ എന്ത് ചെയ്യുന്നു നമുക്കിന്ന് കിട്ടുന്നു. ആൻഡ് ദ പ്രോഡക്റ്റ് ഇസ് ആർ സി ഒ ആർ. ദെൻ ഹിയർ എക്സാമ്പിൾ കാണിച്ചു. കാൽഷ്യം സോൾട്ട് ഓഫ് ഡൈകാർബോക്സിലിക് ആസിഡ് സി എച്ച് ത്രീ സി ഒ ഒ സി എ ഒ സി എ ഒ സി എച്ച് ത്രീ. ഈ റെഡിൽ കാണിച്ചിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇവിടെ സി എ സി ഒ ത്രീ ആയിട്ട് കിട്ടുന്നത്. ആൻഡ് അതർ ഇസ് ദ അസെറ്റോൺ. ഓക്കെ, ഇവിടെ എങ്ങനെ അത് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം. ടേക്കിംഗ് ആൻ കാൽഷ്യം മെത്തനോയേറ്റ് എച്ച് സി ഒ ഒ സി എ ഒ സി എ സി ഒ എച്ച് by heating or dry distillation you are getting methanol. ഇവിടെ ഇത്രയും പാർട്ട് ഇത് എന്താ കാണിച്ചിട്ടുള്ളത്? ഇത് കാണിച്ചിട്ടുള്ളത് ആൽഡിഹൈഡ് കിട്ടുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ദിസ് ഇസ് കീറ്റോൺ സി എച്ച് ത്രീ സി ഒ ഒ സി എ ഒ സി ഒ സി എച്ച് ത്രീ. ഓക്കെ, ഡ്രൈ ഡിസ്റ്റിലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കീറ്റോൺ കിട്ടുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസിനനുസരിച്ചായിരിക്കും നമുക്ക് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ കിട്ടുന്നത് എന്നുള്ളത്. ഇവിടെ ഞാൻ ഏതെടുത്തു? കാൽഷ്യം മെത്തനോയിറ്റ് എടുത്തപ്പോൾ എനിക്കൊരു ആൽഡിഹൈഡ് കിട്ടി, ദാറ്റ് ഈസ് എ മെത്തനാൽ. ഞാൻ കാൽഷ്യം എത്തനോയേറ്റ് എടുത്ത സമയത്ത് എനിക്ക് കിട്ടി എന്ത് കിട്ടി? ഒരു കീറ്റോൺ കിട്ടി, ദാറ്റ് ഈസ് എ പ്രൊപ്പനോൺ. ഇപ്പോൾ കീറ്റോണുള്ള മറ്റൊരു എക്സാമ്പിൾ കൂടെയാണ് കാൽഷ്യം പ്രൊപ്പനോയേറ്റ്. മെത്ത് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ ഒ സി എ ഒ സി ഒ സി എച്ച് ടു സി എച്ച് ത്രീ. ഇവിടെ എന്ത് കിട്ടി? പെൻറ്റാൻ 3 ഓൺ എന്ന് കിട്ടി. ഓക്കെ, സോ that is the preparation of aldehydes and ketones by in the presence of from calcium or carboxylate or otherwise called pyrolysis of calcium salt of acid. Next we can discuss the preparation of aromatic aldehyde. ഞാൻ ഇവിടെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഫ്രം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൽ നിന്നാണെങ്കിൽ 2 types of reaction. First one is Etard reaction and other is Gettermann reaction. Next is from acid chlorides. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. Then that is Rosenmond reduction. And next is from nitriles. First one is the Stefan reaction and the reduction with the Diballage. അപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. First one from substituted benzene, that is Etard reaction. Here you can see the toluene in the presence of chromyl chloride. ഇതിൽ റിയേജൻസിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2CrO2 Cl2 in the presence of CS2 you are getting a chromium complex, and that complex is converting into the aldehyde. So this is another example. Parafluorotoluene in the presence of 2CrO2 Cl2 CS2, then you are getting a complex, and after that it is changing into an aldehyde. This is H3O+. The next reaction is the Gettermann reaction, which is a very important reaction. Here C6H5CH3 is changing into para-toluenaldehyde or 4-methyl benzaldehyde in the presence of AlCl3 or CuCl or CO and HCl. Then another is benzene is converted into benzaldehyde in the presence of AlCl3 or CuCl and CO and HCl. Here the aromatic aldehyde is forming. Okay, this is an aromatic aldehyde, this is also an aromatic aldehyde. Next is from acid chlorides. First one is the Rosenmond reduction. I already parno. It takes place in the presence of palladium and barium sulfate. So what will happen? This is an acid chloride C6H5COCl plus H2. You are getting an aldehyde. This is the benzaldehyde, which is an aromatic aldehyde, and the HCl. Next is from nitriles. First one is a Stefan reaction. Then benzonitrile C6H5CN or otherwise called a methyl cyanide in the presence of SnCl2 or HCl. And first the reaction is taking place is that it reacted with the stannous chloride and HCl in the presence of HCl. And second is it undergoing hydrolysis to give the benzaldehyde, which is an aromatic aldehyde. Next is by reduction with the Diballage.
Divalage means a diisobutyl aluminum hydride. Also the benzonitrile is undergoing reduction in the presence of divalage, and after that hydrolysis will take place and the benzaldehyde will form. So all these are the preparation of aromatic aldehydes, and next is preparation of aromatic ketones. From substituted benzene we can prepare the aromatic aldehydes such as first one means under the reaction Friedel-Crafts acylation. We know that AlCl3 will be there. So here this benzene ring undergoing reaction with the RCO, acid chloride, and AlCl3, you are getting a ketone here. Here also in the presence of ArCOCl, in the presence of AlCl3, you are getting an aromatic ketone here, and C6H5CO, C6H5 plus HCl. Ar means aryl group. The next is CH3COCl, giving an example. Given an example here, AlCl3, you are getting a ketone here, and here also CH3CH2COCl, getting a diketone, not di, it is a ketone, C6H5CO, CH2, CH3, it is an unsymmetrical ketone. And this is next is in the presence of benzyl chloride, you are getting a ketone, that means a benzophenol. Next is oxidation of secondary alcohol. The secondary alcohol undergoing oxidation will give you are getting an aldehyde, and next is from nitriles. That means a nitrile plus Grignard reagent. Okay, nitrile when reacted with the Grignard reagent in the presence of an ether, you will prod means an intermediate is formed here. Soon it undergoing hydrolysis to give a ketone. Okay, here one example is given, that is CH3CH2 C triple bond N plus C6H5 MgBr in the presence of ether, you are getting a intermediate. Soon it undergoing hydrolysis to give the ketone, and MgNH2Br is taken. So all these are the preparation of aromatic ketones. So in the next class we will discuss what all are the chemical properties of these aldehydes and ketones.